സർവകക്ഷി യോഗത്തിന് ശേഷം മന്ത്രിമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. മന്ത്രിമാരുടെ വാക്കുകളിലേക്ക്. അത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ പ്രധാനമായും ഒന്ന് പഞ്ചായത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് റവന്യൂവും പോലീസും ഒക്കെയായി ബന്ധപ്പെട്ടതാണ്. രണ്ട് മന്ത്രിമാരും അതാത് ഭാഗം പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമായി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയെ സാദരം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 12-ാം തീയതി ഓൺലൈനായും അതിനുശേഷം 15-ാം തീയതി ഈ ആക്രമണം നടക്കുന്ന മേഖലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേധാവികൾ 3 MLA-മാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും ഉൾപ്പെടെ വളരെ വിപുലമായിട്ടുള്ള ഒരു യോഗം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചു ചേർത്തിരുന്നു. ഇന്ന് ഈ യോഗത്തിൽ സംസാരിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും MLA-മാരുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 2 മണിക്കൂറോളം മുഖ്യമന്ത്രി പൂർണ്ണമായും അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടിരുന്നുകൊണ്ട് ആവശ്യമായ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജില്ലയ്ക്കകത്ത് റവന്യൂവും പോലീസും ഫോറസ്റ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും കൂടി ചേർന്നുകൊണ്ട് ഒരു കമാൻഡ് കൺട്രോൾ സെൻറ്റർ ആരംഭിക്കുക എന്ന ആശയം നമ്മുടെ ജില്ലയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിശ്ചയിച്ചത്. ബാവലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സജീവമാക്കണമെന്നും അതിൻ്റെ കൺട്രോൾ റൂം ശാക്തീകരിക്കണമെന്നും ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. അതും ഇതിനകം നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. പോലീസ് വകുപ്പിൻ്റെ സഹായത്തോടെ ജനവാസ കേന്ദ്രങ്ങളിൽ വിവിധങ്ങളായ വാട്സപ്പ് ഗ്രൂപ്പുകൾ, മൈക്ക് അനൗൺസ്മെൻറ്റ്, ഇലക്ട്രോണിക് പരസ്യ ബോർഡുകൾ, കമ്മ്യൂണിറ്റി റേഡിയോ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകാനുള്ള നിർദ്ദേശവും ഇതിനൊക്കെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഒരു RRT ആണ് ഈ ജില്ലയിലുണ്ടായിരുന്നത്. ആനയുടെ ആക്രമണവും കടുവയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് 2 താൽക്കാലിക RRT-കളെ നമുക്കിവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ 2 RRT-കളും ഇവിടെ സ്ഥിര സംവിധാനങ്ങളായി മാറണം എന്ന് നിശ്ചയിച്ചു. ആ സ്ഥിര സംവിധാനങ്ങളുടെ ഭാഗമായി ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇതിനകം നടത്തിയിട്ടുണ്ട്. അന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഡോക്ടർ അരുൺ സക്കറിയെ ഇവിടെ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനായി ദൗത്യ സംഘത്തിൻ്റെ ലീഡറായി നിശ്ചയിക്കണം എന്നുള്ള ഒരാവശ്യം അന്ന് ബന്ധപ്പെട്ട ജനപ്രതിനിധികളെല്ലാം ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹം കൂടി ഉണ്ടായാൽ മാത്രമേ ഈ പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കാൻ കഴിയൂ എന്ന പ്രശ്നമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. അന്ന് തന്നെ ഡോക്ടർ അരുൺ സക്രിയെ വീണ്ടും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നെടുത്ത് വനം വകുപ്പിൻ്റെ ദൗത്യ സംഘത്തിന് കൈമാറുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. ഒരു നോഡൽ ഓഫീസർ നമുക്ക് വേണം എന്ന ആവശ്യവും ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഉന്നയിക്കുകയുണ്ടായി. അത് നോഡൽ ഓഫീസറെ ഇപ്പോൾ നിയമിച്ചു. നോഡൽ ഓഫീസർക്ക് കുറെ കൂടി സ്വതന്ത്ര അധികാരവും ഓഫീസും വേണം എന്ന ഒരു പ്രശ്നം ഇന്ന് യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു. അത് അനുഭാവപൂർണ്ണം പരിഗണിക്കും എന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്പെഷ്യൽ ഓഫീസും നോഡൽ ഓഫീസറും എന്ന ആശയത്തിലേക്ക് നമ്മൾ പോകാൻ ഇടവരുന്ന വിധത്തിൽ സർവകക്ഷി യോഗം നടക്കുകയായിരുന്നു പാലക്കാട്, അട്ടപ്പാടി, വയനാട്. അപ്പോൾ അവിടെ അതിനുശേഷം കാണുകയായിരുന്നു. അതിനുശേഷം സർവകക്ഷി യോഗത്തിന് ശേഷം മന്ത്രിമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു, ചെയ്യുന്ന നടപടികൾ വിശദീകരിക്കുകയായിരുന്നു.